തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സ്പെഷ്യൽ കൺവെൻഷൻ. ബഹുമാനപ്പെട്ട വനം വന്യജീവി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിനും അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ എം.എൽ.എ, ശ്രീ ഉല്ലാസ് കോവൂർ എം.എൽ.എ എന്നിവർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് കൊല്ലത്ത് നടന്ന പരിപാടി ശ്രീ N.K. പ്രേമചന്ദ്രൻ എം.പി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RSP കഴിഞ്ഞ 10 വർഷക്കാലമായി 2 നിയമസഭകളിലായി പാർട്ടിയുടെ പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ RSPയുടെ രാഷ്ട്രീയത്തിന്റെയും പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്തിയ രാഷ്ട്രീയ നിരീക്ഷകർ നമ്മുടെ നാട്ടിലുണ്ട്. ആ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെയും വിലയിരുത്തലുകളെയും മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ ഷിബു ബേബി ജോൺ, കേരളത്തിന്റെ മന്ത്രിയും 2 നിയമസഭാംഗങ്ങളും, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി പിന്തുണയോടുകൂടി മത്സരിച്ച മറ്റൊരു MLA ഉൾപ്പെടെ 4 നിയമസഭാംഗങ്ങളെ കേരള നിയമസഭയിൽ സംഭാവന ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞത്. ആ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളെയും മന്ത്രിയെയും സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ, ഞാൻ പറഞ്ഞു വന്നത് 10 വർഷക്കാലം അധികാരത്തിൽ ഇല്ലാതിരുന്ന ഘട്ടത്തിലും ക്ഷേത്ര ജീവനക്കാരെ ബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല സംഘടനാ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്കൊക്കെ അറിയാം, 1963 തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ രൂപീകരിച്ച കാലഘട്ടം. അന്നത്തെ കാലഘട്ടത്തിലെ ക്ഷേത്ര ജീവനക്കാരുടെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല. ശ്രീകാര്യക്കാരൻ എന്ന് പറയുന്ന ദേവസ്വത്തിലെ ഇന്നത്തെ മാനേജറുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചും താല്പര്യങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവർ. അമ്പലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യച്ചോറും നാമമാത്രമായിട്ടുള്ള തുകയും കൊണ്ട് ജീവിതം രണ്ടറ്റം മുട്ടിക്കേണ്ടുന്ന അവസ്ഥ വരുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ, ശരിയായ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം, അവരായിരുന്നു ക്ഷേത്ര ജീവനക്കാരായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ആ ക്ഷേത്ര ജീവനക്കാർ നിവേദ്യച്ചോറും നാമമാത്രമായ തുച്ഛമായ തുകയും വാങ്ങി ജീവിതം മുന്നോട്ട് പോകേണ്ടി വന്ന ആ ജീവനക്കാർക്ക് ആദ്യമായി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് തുല്യമായ നിലയിൽ, സർക്കാർ സർവീസിന് തുല്യമായ നിലയിലുള്ള സർവീസ് ആനുകൂല്യം വാങ്ങിക്കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനും അതിന് നേതൃത്വം കൊടുക്കുന്ന UTUC എന്ന തൊഴിലാളി പ്രസ്ഥാനവും അതിന് നേതൃത്വം കൊടുക്കുന്ന RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയും. അന്ന് ഈ ഉണ്ണിയപ്പ തൊഴിലാളികൾ എന്ന് വിളിച്ച് ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചവരുണ്ട്. അമ്പലങ്ങളിൽ പൂജ നടത്തുന്ന, നിവേദ്യം നടത്തുന്നവർ, പൂണൂലിട്ടവർ, അതുപോലെ വിവിധ വിഭാഗങ്ങളിൽ ആവരണങ്ങളിൽ പണിയെടുക്കുന്ന ക്ഷേത്ര ജീവനക്കാർ എങ്ങനെയാണ് ചുവന്ന വടി പിടിക്കുന്നത്, അങ്ങനെയാണ് അവർക്ക് രാഷ്ട്രീയമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പോലും അന്ന് CITU, AITUC അടക്കമുള്ള സംഘടനകൾ ആക്ഷേപം ഉന്നയിച്ചവരുണ്ട്. അവരാരും ഇവരെ സംഘടിപ്പിക്കാൻ വന്നില്ല. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സഖാവ് N. ശ്രീകണ്ഠൻ നായർ, സഖാവ് T.K. ദിവാകരൻ, സഖാവ് K.C. വാമദേവൻ, സഖാവ് G.N. പോറ്റി തുടങ്ങിയിട്ടുള്ള പ്രാമാണികന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജീവനക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സാഹസികമായിട്ടുള്ള സമരങ്ങൾ, സഖാവ് K. പങ്കജാക്ഷൻ പറഞ്ഞാൽ അപമാനകരമായിട്ടുള്ള അനുഭവമാണ് ദേവസ്വത്തെ സംബന്ധിച്ച്, ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇതിനെല്ലാം ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഇതിന് വിരാമം കുറിക്കുകയും സുതാര്യവും കാര്യക്ഷമവുമായ ഭരണത്തിലൂടെ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ക്ഷേത്ര ജീവനക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ യോഗത്തിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പലരും കോടതിയിൽ പോയിട്ടുണ്ട്. ലേബർ കോഡ് നിലവിൽ വന്നു. ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ. ലേബർ കോഡ് അനുസരിച്ച് റഫറണ്ടത്തിന് നിയതമായിട്ടുള്ള മാനദണ്ഡം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
അതുമായി ബന്ധപ്പെട്ട കോടതികളിൽ പല കേസുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കേന്ദ്ര കമ്മിറ്റി ഗൗരവത്തോടുകൂടി നിയമവിദഗ്ധരുമായി ആലോചിച്ച് പരിശോധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ 20% മാത്രമാണ് ഒരു സ്ഥാപനത്തിൽ റഫറണ്ടത്തിലൂടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്നുണ്ടെങ്കിൽ എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രം? സുപ്രീം കോടതിയിൽ സത്യത്തിൽ കേസ് ഫലപ്രദമായി നടത്താത്തത് കൊണ്ടാണ് അന്ന് അതിന് പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് പുതിയ ലേബർ കോഡിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഹൈക്കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്തുകൊണ്ട് ആ ലേബർ കോഡിന്റെ പിൻബലത്തിൽ എന്തെങ്കിലും ആനുകൂല്യം സാധ്യമാക്കാൻ കഴിയുമോ എന്ന നിയമപരമായ പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ജീവനക്കാർ തന്നെ എന്നോട് പറഞ്ഞതാണ്, ദേവസ്വങ്ങളിൽ ഇപ്പോ ശബരിമലയിൽ മേൽശാന്തിയായി നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉത്തരവനുസരിച്ച് 3 പൂജയെങ്കിലും നടക്കുന്ന ക്ഷേത്രത്തിലെ ശാന്തിക്കാരെ മാത്രമേ അതിന് അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള 40ഓളം ജീവനക്കാർ അതിന്റെ പരിധിക്ക് പുറത്തു വരും. കാരണം 3-ലധികം പൂജ അല്ലെങ്കിൽ 3 പൂജയുള്ള ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകണമെന്നില്ല. ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മേജർ ദേവസ്വത്തിൽ ഇരിക്കുന്ന മേൽശാന്തി നിലവിലുള്ള ട്രാൻസ്ഫർ റൂൾസ് അനുസരിച്ച്, നോംസ് അനുസരിച്ച് ഒരു ചെറുകിട ദേവസ്വത്തിലേക്ക് പോയാൽ 3 പൂജ ഇല്ലാത്ത അമ്പലമാണെന്നുണ്ടെങ്കിൽ മേൽശാന്തി കഴിവുള്ളവനാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആകെ ചർച്ച ചെയ്യുന്നതിന് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ്, നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധി അംഗമായിട്ടുള്ള ഒരു ഗവൺമെന്റ്, നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യമുള്ള ഒരു പശ്ചാത്തലം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനഃസംഘടന സ്ട്രേറ്റ് ഫോർവേഡ് കൊല്ലം.